So hey guys, welcome back to our channel. അപ്പോൾ ഇത് നമ്മുടെ ടെക് വിത്ത് ജെ എന്ന സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡ്. അതുപോലെ നമ്മൾ ഈ ടെക് വിത്ത് ജെ എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ട് മെല്ലെ AI വിത്ത് ജെ എന്ന് നോക്കിയാലോ, കാരണം കുറച്ചുകൂടി ക്യാച്ചി അല്ലേ? മനസ്സില്ല? ഓക്കെ, എനിവേ നമുക്കിത് AI വിത്ത് ജെ എന്ന് തുടങ്ങാം. സോ ആസ് യൂഷ്വൽ നമ്മളിത് കാലത്താണ് എടുക്കുന്ന വീഡിയോ ആൻഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നൈറ്റ് ആയിരിക്കും. സോ അപ്ഡേറ്റ്സ് അതിനനുസരിച്ച് കുറവുണ്ടായിരിക്കും. ഞാനിത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടാൻ വെച്ചത്, അതായത് എനിക്ക് പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊന്നും വീഡിയോ എടുക്കേണ്ട വെച്ചു. പിന്നെ ഒരു അനിമ അപ്ഡേറ്റ്സ്, കുറച്ച് അനിമ കൺസിഡറുള്ള അവാർഡ്സ് അങ്ങനത്തെ കുറച്ചൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അത്ര മേനി ഉണ്ടായിരുന്നില്ല. പിന്നെ കുറഞ്ഞാൽ പനിയായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗ്, അത് ഇന്നലെയാണെന്ന് തോന്നുന്നു, ഒരു ഗ്രേറ്റ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ക്ലോഡ് ഒപ്പസ് 4.8 ലോഞ്ച് ചെയ്തു. അത് ഹോൾ ഇന്റർനെറ്റ് തന്നെ ഷെയ്ക്ക് ചെയ്തിട്ടില്ല. കാരണം അത്രയും കിട്ടുന്ന അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഓൾറെഡി ഗൂഗിളൊന്ന് കമ്പാക്ക് അടിച്ചതായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ മിണ്ടാതിരിക്കേണ്ട അവസ്ഥ വന്നു. ക്ലോഡ് അമ്മാതിരി ഒരു പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. സോ നമുക്ക് അതിനൊക്കെ ഒരു ന്യൂസസ് ഒക്കെ ഉണ്ടാവും. സോ ലെറ്റ്സ് ബാക്ക് ടു ദ വീഡിയോ. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലോഡിന്റെ ഒപ്പസ് 4.8 ലോഞ്ച് ആയിട്ടുണ്ട്. കുറെ മാറ്റങ്ങളല്ല, കുറെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. അതായത് കോഡിങ്ങിന്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ റീസണിങ് ആണ്. നെക്സ്റ്റ് ഹോണസ്റ്റി, അത് എനിക്ക് ഞാൻ വരാം. അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. മെയിനായിട്ട് ബഗ് ഫിക്സിങ്ങും അതുപോലെ തന്നെ മറ്റേ കോഡ് ബേസസ് ഒക്കെ ഉണ്ട്, വെരി ഹ്യൂജ് കോഡ് ബേസസ് ഒക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കോഡിങ്, അതുപോലെ ഈ ലോങ് ആയിട്ടുള്ള കോഡിങ് സെഷൻസ് ഒക്കെ അത് ഹാൻഡിൽ ചെയ്യുക, ഓട്ടോമാറ്റിക്സ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, അതും വിതൗട്ട് യൂസിങ് ദ കോൺടെസ്റ്റ്. അപ്പോൾ ഇത് എനിക്ക് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞിരുന്നു, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് കുറേ ഉണ്ട്, ഈ കോഡിങ്ങും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യമുണ്ട്. ആൻഡ് മോസ്റ്റ്ലി ഇതൊക്കെ വന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏജൻസിൻ്റെ ഇറ കുറച്ചുകൂടി പുഷ് ആവുകയാണ്. എന്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ഓൾറെഡി ഏജൻസിനെ വെച്ചിട്ട് സെല് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് അതൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വന്നിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് ഇതാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോഡ് ക്യാൻ നൗ ലോഞ്ച് അബൌട്ട് ഹൺഡ്രഡ്സ് ഓഫ് പാരലൽ സബ് ഏജൻറ്റ്സ് ടു സോൾവ് ചെയിൻ പ്രോബ്ലംസ്. അതായത് ഇപ്പോൾ നമ്മളൊരു കോഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏജന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു ഏജന്റ് ഒരു ഫയൽ ചെക്ക് ചെയ്യുക, മറ്റൊരു ഏജന്റ് ഇത് കോഡ് റൈറ്റ് ചെയ്യുക, കുറച്ച് വേറൊരു ഏജന്റ് അത് ടെസ്റ്റ് ചെയ്യുക, സംഭവം ശരിയാണ്. പിന്നത്തെ വേറൊരു ഏജന്റ് ഇതിന്റെ മറ്റേ ലൂപ്പ് ഹോൾസ് ഉണ്ടോ ബഗ്സ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് കുറേ, അതായത് എല്ലാം ഒരേ ഒരു അതായത് എല്ലാം ഒരുമിച്ച് നടക്കുന്നത്. മനസ്സിലായോ? അതായത് മറ്റു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെപ്പറേറ്റ് ചെയ്യണം. ഫസ്റ്റ് കോഡ് റൈറ്റ് ചെയ്യണം, പിന്നെ അതിലുള്ള ബഗ് ഫിക്സ് ചെയ്യണം, പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നതിന് പകരം ഇതിപ്പോൾ എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏജൻസ് തന്നെ, സബ് ഏജൻസ് തന്നെ എല്ലാം ചെക്ക് ചെയ്യുന്നത് ഓരോന്നായിട്ട്. ആൻഡ് വിച്ച് ഈസ് ഗ്രേറ്റ്. നല്ലൊരു സമയം ലാഭിക്കും. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓൾറെഡി മറ്റേ ഈ ക്ലോഡിൻ്റെ ഒക്കെ ടോക്കൺസ് ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. അതെന്തായാലും നോർമലൈസ്ഡ് ആവും. കാരണം ഇതെല്ലാവരിലേക്കും എത്തി. ഇപ്പോൾ ഓൾറെഡി പിന്നെ എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങി. ഇതിപ്പോൾ ഒരു സ്ട്രാറ്റജിയുടെ പേരെന്നുണ്ട്, ഈ അംബാനി യൂസ് ചെയ്തില്ലേ, ജിയോ ഇതേപോലെ സ്ട്രാറ്റജി യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെയാണ്. എന്താണെന്ന് പറഞ്ഞൂടാ, ഏജൻസിൻ്റെ ഇറ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സബ്കി ഫട്നെ വാലി ഹെ ബായ്. നെക്സ്റ്റ് അപ്ഡേറ്റ്, എഫേർട്ട് കൺട്രോൾ. അതായത് ഇപ്പോൾ നമ്മൾ മുന്നേ ഒരു സംഭവം, അതായത് ക്ലോഡിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോൾ അതായത് ഒരു ആൻസർ വരും. ആ ആൻസർ വരുമ്പോൾ അത് എത്രത്തോളം ലെജിറ്റാണെന്നും അതുപോലെ തന്നെ അത് എത്ര അധികം റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിന് പകരം ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോഡിൻ്റെ അടുത്ത് അവിടെ ഒരു സംഭവം സെർച്ചിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ എഫേർട്ട് നമുക്ക് മാറ്റാം. അതായത് ലോ സ്റ്റാൻഡേർഡ്, മീഡിയം, ഹൈ, ഇതാണ് വന്നിട്ടുള്ളത്. അത് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ മൂന്നെണ്ണം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോ കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ചായിട്ടുള്ള ഒരു ക്ലോഡ് കുറച്ചായിട്ടൊക്കെ അതിൻ്റെ റിസർച്ച് തിങ്കിങ് ഒക്കെ നടത്തുള്ളൂ. ഇപ്പോൾ ഹൈ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് തരിക. ആൻഡ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ മറ്റേ ടോക്കൺസിൻ്റെ ഒരു കുറവ്. ഇപ്പോൾ ലോ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ടോക്കൺസ് മതി, ഹൈ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ടോക്കൺസ് വേണം. അങ്ങനെ ഒരു സംഭവമൊക്കെയാണ് ഇത് വരുന്നത്. സോ ഇത് ഭയങ്കരമായിട്ട് നല്ലൊരു സംഭവമാണ്. അതായത് പിന്നെ ഒരു സംഭവമുണ്ട്, ഹോണസ്റ്റിയുടെ കേസാണ് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെ ലിങ്ക്ഡ് ആണ്. അപ്പോൾ അതൊരു പ്രശ്നക്കാരാണ്. സോ അടുത്തേക്ക് കിടക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാൻ വെച്ചു, പക്ഷേ പിന്നെ ഇടാന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അതായത് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലോഡിൻ്റെ ഈ ഒരു അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റി എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതായത് ഇപ്പോൾ ക്ലോഡിന് എന്തെങ്കിലും അറിയില്ലെങ്കിൽ ക്ലോഡ് അഡ്മിറ്റ് ചെയ്യും. അതായത് ഫോറക്സ് അഡ്മിറ്റ് ചെയ്യും. അതായത് എനിക്ക് ഇതിന് എത്ര ഉറപ്പില്ല എന്ന് പറയും. മുന്നേ അങ്ങനെയല്ല. അതായത് എന്തെങ്കിലും പറയുന്നത് ഹിയർ ഇസ് യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വിശ്വസിക്കും. കാരണം നമ്മളിപ്പോൾ മോസ്റ്റ്ലി നമ്മളൊരു ഹ്യൂമനെ വിശ്വസിക്കും കൂടുതൽ ഇപ്പോൾ ക്ലോഡിനെ വിശ്വസിക്കും. ക്ലോഡ്, ഈ ഏജൻസ്, അതുപോലെ തന്നെ ChatGPT യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ട്രസ്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിനായിരിക്കും അടുത്ത നെക്സ്റ്റ് വരാൻ പോകണമെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആഡ്സ് സെല് ചെയ്യാൻ പോകുന്ന പരിപാടി.
കാരണം ഇവിടെ പറയുന്നത് നമ്മൾ വിശ്വസിക്കും. ChatGPT ആയാലും ക്ലോഡ് എന്ത് പറഞ്ഞാലും എനിക്ക് ഈ സംഭവം അറിയത്തില്ല എന്ന് പറയുമ്പോൾ അത് പറയും. ഇപ്പൊ ഈവൻ കുറെ പേര് ഡ്രസ്സ് എടുക്കണം തന്നെ ഈ ക്ലോഡും ChatGPT വെച്ചിട്ടാണ്. അത് റിയാലിറ്റിയാണ്. ഇപ്പൊ കുറെ പേർക്ക് ഇപ്പോൾ അറിയാം, 2 ഫോട്ടോ ഷർട്ടിന് 2 ഷർട്ടിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇത് അയച്ചിട്ട് എനിക്ക് ഏതാണ് എനിക്ക് പ്രിഫർ ചെയ്യാൻ പറയുമ്പോൾ ഇപ്പോൾ ക്ലോഡ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് തരും. അതായത് ഈ ഷർട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോൺ ഇതാണ്, അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റിംഗ് ആണ്, മാച്ചിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കും. അവിടെ നമ്മുടെ മനസ്സിന് ഇഷ്ടം ഒരു സംഭവമില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത്ര നാളെ ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ അതായത് അഡ്മിറ്റ് ചെയ്യില്ല. അതായത് എനിക്ക് സംഭവം അറിയത്തില്ല, എനിക്ക് ഉറപ്പില്ല എന്ന് പറയാനും അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ അത് മോസ്റ്റ്ലി അഡ്മിറ്റ് ആവുന്നതാണ് വന്നത്. ഹോണസ്റ്റി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഒരു ഹ്യൂമൻ പരിപാടി പിടിക്കാനുള്ള പരിപാടിയാണ്. എനിക്കറിയത്തില്ല, സംഭവം ശരിയാണ്, ഇത് നല്ലതാണ്. കാരണം പറയാം മുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം പഠിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സംഭവം, നമ്മൾ വിശ്വസിക്കും ഓക്കെ ഇതാണ് സംഭവം. എന്നിട്ട് നമ്മൾ അതിനെ കോപ്പി പേസ്റ്റ് അടിക്കും, എന്നിട്ട് അതിനെ കുറച്ച് വള്ളികൾ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ആൻഡ് ഇതൊന്നല്ല വരേണ്ട അപ്ഡേറ്റ് എന്ന് പറയേണ്ടത് മിത്തോസാണ്. മിത്തോസ് ഇപ്പോൾ ഏകദേശം ഒരു 2-3 വീക്കിനുള്ളിൽ വരും, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. വിച്ച് ഇസ് ഭയങ്കര ഒരു മാറ്റം ഉണ്ടാവും. കാരണം മിത്തോസ് ഓൾറെഡി ഒരു ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഒരു ഗോഡ് ലെവൽ സംഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ എയുടെ ഒരു ഇതിൽ. കാരണം അതിൻ്റെ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ഞാൻ ആരുടെ വീഡിയോ ഞാൻ കണ്ടു, മലയാളത്തിൽ തന്നെ പുള്ളി ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ത് സംഭവം. പുള്ളിയുടെ വീഡിയോ കണ്ടാൽ മതി, ഞാൻ നോക്കട്ടെ കമൻസിൽ കൊടുക്കാം ലിങ്ക് കിട്ടുവച്ചാൽ. അത് ആ മിത്തോസ് എന്ന് പറഞ്ഞ മോഡൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ കുറച്ച് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് അവർ, അതായത് ഗൂഗിൾ അങ്ങനെ അത്യാവശ്യം ടോപ്പായിട്ടുള്ള കമ്പനീസിന് കൊടുത്തു കൊടുത്തിട്ട് അവരുടെ തന്നെ സിസ്റ്റം ഒക്കെ ബ്രീച്ച് ചെയ്ത് അങ്ങനത്തൊക്കെ വരുന്നുണ്ട്. മിത്തോസ് ഇസ് ലൈക്ക് എ ഗോഡ് ലെവൽ തിങ്. എന്താവും എന്നറിയത്തില്ല. ഇപ്പം ഇത് തന്നെ എങ്ങനെയോ ഗൂഗിളിൻ്റെ ഒമ്നി മോഡലൊക്കെ ഇറക്കി അത്യാവശ്യം സെറ്റായി വന്നപ്പോഴാണ് ക്ലോഡിൻ്റെ അടുത്തത്. ഇപ്പം GPT-5 ഒന്നും GPT 5.5 ഒന്നും അത്ര വലിയ കാര്യമായിട്ട് ഇപ്പോൾ അതിൽ യൂസ് ചെയ്യില്ല. അതൊന്നും വന്നതായിരുന്നു അത്യാവശ്യം നന്നായിട്ട് മാർക്കറ്റിൽ. സോ റൈറ്റ് നൗ ആന്ത്രോപിക് ഈസ് ഡൊമിനേറ്റിംഗ് ദി മാർക്കറ്റ്. AI മാർക്കറ്റിൽ ആന്ത്രോപിക്കാണ് കിങ്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ AI, ഓക്കെ അതൊരു ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഓപ്പൺ AIയുടെ ഫൗണ്ടറോ കോ ഫൗണ്ടറായ ഒരാളുണ്ടായിരുന്നു. പുള്ളി പേര് ഞാൻ മറന്നു. പുള്ളി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ക്ലോഡിക്ക് മറ്റേ ആന്ത്രോപിക്കിൽ ഒന്ന് ചേർന്നു. വാട്ട് ലൈക്ക് വാട്ട് ബ്രോ എന്താ പറയുന്നത്. ഇപ്പം ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, ഇതിനൊക്കെ IPO വരുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ അലക്കാണെന്ന് തോന്നുന്നു. വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എടുത്തു വയ്ക്കണം. ആന്ത്രോപിക് എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ട്. അതുപോലെ ഓപ്പൺ AI ഇതും പിന്നെ ഗൂഗിൾ ഒബ്വിയസ്ലി എന്തുണ്ടായാലും എന്തുണ്ടായാലും എങ്ങനെയും കയറിപ്പോരും, അത് ഉറപ്പാണ്. സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിലും കൂടുതൽ ന്യൂസസ് ഉണ്ട്, പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ ഒരു ക്ലോഡിൻ്റെ കേസ് പറയാൻ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ പോലെ ഇട്ടതാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഇടാം. കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, എല്ലാം നോക്കാം. കുറച്ചൊന്നുമില്ല, അത്രയധികം വലിയ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ക്ലോഡിനാണ് ഇപ്പോൾ മെയിനായിട്ട് മാർക്കറ്റിലും പിന്നെ ഗൂഗിൾ ഒമ്നി അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ പനിയായ കാരണമാണ് കുറച്ച് വീഡിയോ ഇടാണ്ടിരുന്നത്. നമുക്കിത് ഷോർട്സ് പോലെ എടുക്കുകയാണെങ്കിൽ എൻ്റെ കണ്ടോ ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എത്രയാ 2 BHK കിട്ടിയതാണ്. ഞാൻ എൻ്റെ റൂമിയുണ്ട്. അപ്പോൾ ഇതാണ് പ്രശ്നം, ഇവിടെ എടുക്കാൻ എളുപ്പമില്ല. പിന്നെ വല്ല എന്തെങ്കിലും നോക്കട്ടെ. ഇപ്പോൾ ഷോർട്സ് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്, കാരണം ഒരു ഫ്രെയിമില്ല. ഇതിൻ്റെ എങ്ങനെയോ എൻ്റെ സ്ട്രോ ഹെയറൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു ബാറ്റ്മാൻ അത് പിന്നെ എപ്പോഴും വീണെടുക്കും മാസ്ക് എന്തെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ ആയിട്ട് നമുക്കിപ്പോൾ അധികം വ്യൂസ് മീൻസ് ഒരു ഇൻട്രാക്ഷൻ ഇല്ല. അത് കാരണമാണ് ഞാൻ അധികം ഇടാത്തത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് പോവുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഷോർട്സ് ഞാൻ നോക്കട്ടെ, ഞാൻ ഇൻസ്റ്റയിൽ നോക്കാം എങ്ങനെയാണ് ഇടാൻ പറ്റും നോക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് എല്ലാവരും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഈ AI കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അങ്ങനെ ഷെയർ ആൻഡ് ഗെയിൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ കുറച്ചും കൂടി ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സംഭവത്തിൻ്റെ കാര്യങ്ങളാണ്. എല്ലാ എപ്പിസോഡിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. എക്കോ പഠിക്കുന്നില്ല. ആ റൂമിൽ നിന്ന് മറ്റേ ഒബ്ജക്ട്സ് ഒക്കെ മെല്ലെ മാറ്റി. അപ്പോൾ റൂമൊക്കെ ഒരു എക്കോ രീതി പോലെ ഉണ്ടെന്ന് സൗണ്ട്. നമ്മൾ മെല്ലെ ഗിയേഴ്സൊക്കെ അപ്ഗ്രേഡ് ഉണ്ടായിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ. സോ ഷാർപ്പിലൂടെ സോ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം തരുന്നു. എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കത് ഇപ്പോൾ അതുപോലെ ഇത് എപ്പോഴാണ് ടൈമിംഗ് ഒന്നും പറയാം. കാലത്ത് വേണമെങ്കിൽ കാലത്ത് ഇടാം, അല്ലെങ്കിൽ ഒരു ഈവനിങ് വേണമെങ്കിൽ ഈവനിങ് ഇടാം, നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് ഇടാം, നൈറ്റ് രാത്രി വേണമെങ്കിൽ രാത്രി ഇടാം. സോ അത്രയൊക്കെ ഉള്ളൂ. ബൈ. അതിനൊരു കാര്യം കൂടി, അതായത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ChatGPT എടുത്താണ്. ChatGPT എടുത്താണ് ചോദിച്ചത്. അതായത് ക്ലോഡിൻ്റെ അപ്ഡേറ്റ് ചെയ്തത് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞത് ചോദിക്കും. ഓപ്പൺ AIയുടെ ChatGPT എന്ന് പറഞ്ഞത് ക്ലോഡ് അടിപൊളിയാണ്, ക്ലോഡ് ഇങ്ങനെയാണ്, ക്ലോഡിൻ്റെ സംഭവം. അതായത് ഈവൻ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ക്ലോഡ് ഈസ് ഡൊമിനേറ്റിംഗ് ദി മാർക്കറ്റ് എന്ന് ChatGPT തന്നെ പറഞ്ഞു. അവസ്ഥ ഇവർ തമ്മിൽ ഭയങ്കര അടി. അതായത് ഹൂസ് ഗോണ
റൂൾ ദി മാർക്കറ്റ് എന്ന രീതിയിലാണ് പോകുന്നത്. ആന്ത്രോപ്പിക്കും മെയിനായിട്ട് ആന്ത്രോപ്പിക്കും ഓപ്പൺ എ ആണ്. ഇതിന്റെ ഇടയിലും എല്ലാം ഗൂഗിള് കയറി വരാൻ നോക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയും എത്തുമ്പോഴേക്കും ഇവന്മാരെ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പൊ അതുപോലെ തന്നെ പിന്നിക്ക് വരും. അപ്പൊ അതൊക്കെയാണ് സംഭവം. സോ അഗെയിൻ